1,250,000 വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള ആരോപണം. അതിൽ 11,965 വ്യാജ വോട്ടർമാർ, 40,009 അസാധു വിലാസങ്ങൾ, ഈ 10,452 ബൾക്ക് വോട്ടറുകൾ, 4,132 അസാധു വോട്ടുകൾ, ഫോം 6ൻ്റെ ദുരുപയോഗം കൊണ്ടുള്ള 33,692 വോട്ടുകൾ. ഇത് എടുത്തു പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ഇത് ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഇതിനെന്താണ് മറുപടി വന്നത്? സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നാടകമാണ് എന്നാണ് BJPയുടെ ആരോപണം. അല്ലാതെ ഇതിൽ ഓരോന്നിലും ഈ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രൂപം നൽകാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി? ഒരു മറുപടിയുമില്ല. കൃത്യമായുള്ള മറുപടി കമ്മീഷൻ കൊടുക്കുന്നില്ല. സത്യവാങ്മൂലം ആവശ്യപ്പെടുക തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതിനെ കുറിച്ച് കമ്മീഷന് ഒരു മറുപടിയുമില്ല. അതിലും സുപ്രീം കോടതിയുടെ പരിഗണനയുള്ള വിഷയമാണ് എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. എന്തിനാണ് നശിപ്പിച്ചത് എന്നുള്ളത് പറയണമല്ലോ. എന്തിനാണ് അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയെന്നുള്ളത് പറയണോ? പറയുന്നില്ല. അപ്പോൾ ഈ ദുരൂഹ വോട്ടർ, മഹാരാഷ്ട്രയിലെ ദുരൂഹ വോട്ടർമാരെ കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും അവിടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളായി നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കും കരുത്തു കൂടും. പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇതിനെ പ്രതിരോധിക്കാൻ BJP ദേശീയ തലത്തിൽ കണ്ടെത്തിയത് എന്താണ്? വയനാട് മണ്ഡലമാണ്. വയനാട് മണ്ഡലത്തിൽ ഇന്നത്തെ മറിയുമ്മയുടെ ചിരി ഈ BJP ദേശീയ നേതൃത്വം കേട്ടാൽ ചങ്ക് തകരും. ചോദിച്ചപ്പോൾ ഒറ്റ ചിരിയാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും ഇതുപോലെ ആ പ്രദേശത്തിന്റെ പേര് ആ പേരിൽ അറിയപ്പെടുന്ന വീട്ടുപേരുകളിൽ ഒട്ടേറെ അത് അവർക്ക് ഹിന്ദുത്വ രാഷ്ട്രീയക്കാർക്ക് വേഗം മനസ്സിലാകുന്നത്. ചാമുണ്ടേശ്വരി കുന്ന് എന്നായിരുന്നു ആ സ്ഥലത്ത്. അത് ചൗണ്ടേരി കുന്നായി. അപ്പോൾ ആ കുന്നിൽ താമസിക്കുന്ന പലർക്കും അത് തന്നെയാണ് അവരുടെ വീട്ടുപേര്. അവർ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അവിടെ താമസക്കാരായിട്ടുള്ള പലരും. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെയുള്ള ഈ പ്രക്രിയയെക്കുറിച്ചൊക്കെ ബോധമുള്ളവർ. അവർ ആ ബോധ നിലവാരത്തിൽ നിന്നുകൊണ്ട് തന്നെ മറുപടി പറയുന്ന ഒരിടത്ത് ഇപ്പുറത്ത് മറിയുമ്മയാണെങ്കിലും പരിഹസിച്ച് ചിരിക്കുകയാണ്. മാത്രമല്ല ഇവർ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെടുത്ത് പറഞ്ഞെന്താണ്, എങ്ങനെയാണ് ഒരു ഹിന്ദു മുസ്ലിമും ഈ രണ്ട് പേരുകൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ നിന്ന്? സത്യത്തിൽ കേരളത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിൽ എത്രയോ വീടുകളിൽ ഹിന്ദു പേരിലും മുസ്ലിം പേരിലും ആളുകൾ കുടുംബം നടത്തിക്കൊണ്ട് ഒന്ന് വാട്സാപ്പ്, 2 കേരള സ്റ്റോറി. അതാണ് കേരള സ്റ്റോറി കണ്ടിട്ടുള്ള വാർത്താ സമ്മേളനമായിരുന്നു. അതാണ് പറ്റിയത്.